പ്രിയമുള്ളവരെ, മണിടെക് മീഡിയയും വിന്നർ ആർട്സ് ആൻഡ് മാർഷ്യൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയും സംയുക്തമായിട്ട് നടത്തുന്ന പ്രോഗ്രാമിലേക്ക് വിഷൻ ആൻഡ് മിഷൻ 2025 എന്നുള്ള പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിന്നർ ഷെരീഫ് സാറാണ്, ഡോക്ടർ ആണ്, അദ്ദേഹമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം ഇന്ന് ഒരു പ്രത്യേകമായ ഒരു കാര്യങ്ങൾ കൂടിയാണ്, കാരണം സാറിന് ക്ലാസ് എടുക്കുന്നതിന് ഉപരിയായിട്ട് ഇന്ന് ഇത് ബ്രീത്തിങ് എക്സർസൈസ് ഒരു സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബ്രീത്തിങ് എക്സർസൈസ് വിത്ത് മെഡിറ്റേഷൻ. അപ്പം ബ്രീത്തിങ് എക്സർസൈസ് പഠിപ്പിക്കുന്നുണ്ട്, ബ്രീത്തിങ് എക്സർസൈസും മെഡിറ്റേഷനും കൂടെ ചേർന്ന് പഠിപ്പിക്കുന്നുണ്ട്, അതുകൂടാതെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ക്ലാസ് ഇന്ന് വളരെ പ്രധാനപ്പെട്ടാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഈ ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ നല്ല പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഗുണമുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിന്നർ ഷെരീഫ് സാറിനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സാറേ നമസ്കാരം. 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 ഓക്കെ, ഇന്ന് സൺഡേ ആണ്, കാരണം ഒത്തിരി ആളുകൾക്ക് അവധിയൊക്കെ ഉള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഫംഗ്ഷനൊക്കെ ഉള്ള ദിവസമാണ്. പ്രോഗ്രാമിലായിരിക്കും അധികം ആളുകളും എന്ന്. ഓക്കെ, ഇന്നലത്തെ അത്ര ആളുകൾക്ക് സൺഡേ ദിവസം കയറാൻ പറ്റില്ല, കല്യാണങ്ങളും. ഞാൻ ഇന്നൊരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്നാണ് എത്തിയത്, ക്ലാസ് ഉള്ളത് കാരണം. ഞാൻ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് 3 മണിക്കൂർ, ഇവിടുന്ന് അങ്ങോട്ട് 3 മണിക്കൂർ, അങ്ങനെ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ചില ആളുകളെ ഇന്ന് കാണാനില്ല, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ ഇന്ന് ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ചും അതുപോലെ തന്നെ ബ്രീത്തിങ് മെഡിറ്റേഷനെ കുറിച്ചുമാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും നമ്മുടെ എനർജി ലെവലില് നമുക്ക് ഉയർത്താൻ പറ്റുന്നതും, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ്, നമ്മുടെ ശരീരം ചാർജ് ചെയ്യാൻ പറ്റുന്നതും. നമ്മളെല്ലാവരും നമ്മുടെ മൊബൈലില് ഉപയോഗിക്കാറുണ്ട് അല്ലേ? മൊബൈല് ചാർജ് കഴിഞ്ഞ് ഫുൾ ചാർജായി, 100% ചാർജായി, നമ്മുടെ മൊബൈല് 100% ചാർജായി. അപ്പോ നമ്മുടെ മൊബൈല് നമ്മൾക്ക് ആ 100% ചാർജ് കഴിയുന്നത് വരെ ഉപയോഗിക്കാം. അപ്പോ ആ 100 നല്ല വില കൂടിയ 2-2.5 ലക്ഷം രൂപയുടെ ഐഫോൺ ആയാലും, നമ്മുടെ ചെറിയ നോക്കിയോടെ 2000 രൂപ വരുന്ന ചെറിയ നോക്കിയോടെ ഫോൺ ആയാലും നമ്മൾക്ക് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമാണ്. നമ്മൾ 2.5 ലക്ഷം രൂപക്ക് വാങ്ങിച്ച ഐഫോൺ ഉണ്ട്, അപ്പൊ അതില് നമ്മുടെ ചാർജ് കഴിഞ്ഞു, ഫുൾ ചാർജ് ഇറങ്ങി, ചാർജ് ഇല്ല, നമുക്ക് അത്യാവശ്യമായിട്ട് കോൾ ചെയ്യണം. എന്ത് ചെയ്യാം? നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യണം. അപ്പൊ നമുക്ക് ഉപകാരപ്രദമാവുന്നത് ഏതറിയോ? ഈ 2000 രൂപക്ക് നമ്മൾ വാങ്ങിച്ച സ്മാർട്ട് ഫോൺ അല്ലാത്ത ചെറിയ ഫോൺ. അതിലധികം നമ്മൾക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ആ ഫോണ് അപ്പൊ നമുക്ക് ഉപകാരപ്രദമായിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആ ഫോൺ. ഓക്കെ, അപ്പോ നമ്മൾ എത്ര വില കൂടിയ ഫോൺ ആയാലും അതിൽ ചാർജ് ഇല്ലെങ്കിൽ ഒരു ഗുണവും. നമ്മള് ദരിദ്രനാവട്ടെ സമ്പന്നനാവട്ടെ, വിദ്യ ഉള്ളവനാവട്ടെ പണ്ഡിതനാവട്ടെ വിദ്യ ഇല്ലാത്തവനാവട്ടെ, ആരായാലും ഇതേപോലെയാണ്. നമ്മുടെ മൊബൈലില് ചാർജ് ഉള്ള പോലെ നമ്മളിൽ ചാർജ് ഇല്ലെങ്കിൽ, ചാർജ് ഡൗൺ ആയാൽ നമ്മളെ കൊണ്ട് ഒരു ഗുണമില്ല. നമ്മുടെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഡോക്ടർ ആണെന്നോ, എഞ്ചിനീയർ ആണെന്നോ, നമ്മൾ പോലീസ് ആണെന്നോ, മിലിറ്ററിക്കാരനാണെന്നോ, കലക്ടർ ആണെന്നോ, IAS ഓഫീസർ ആണെന്നോ, IPS ഓഫീസർ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചാർജ് അത്യാവശ്യമാണ്. ആ ചാർജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ ചാർജിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ് ബ്രീത്തിങ് എക്സസൈസ്, ഫിറ്റ്നസ്, ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷന്, ഇതെല്ലാം സെൽഫ് ഹിപ്നോസിസ് ആയാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിൽ ചാർജ് ഉണ്ടായിരിക്കാൻ പറ്റും. നമ്മുടെ ഈ ചാർജും നമ്മുടെ മൊബൈലിൽ നമ്മൾ എത്ര വാല്യൂ ഉള്ളവരായിക്കോട്ടെ, പക്ഷെ നമ്മളിൽ ചാർജ് ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഞാൻ ഒരു പ്രത്യേക സ്റ്റോറി പറഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് കിടക്കാം.
ആ സ്റ്റോറി പ്രകാരമാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ അവസരങ്ങൾ നമ്മളെ തേടി വരുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. നമ്മളെല്ലാവരും അവസരങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്, നല്ല നല്ല അവസരങ്ങൾ. അങ്ങനെ ബന്ധപ്പെട്ടൊരു സ്റ്റോറി ഇന്ന് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസിലേക്ക് കിടക്കാം. ആ സ്റ്റോറി പ്രകാരമാണ് വരുന്നത്. ഒരു ഗ്രാമത്തില് ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഒരു സുന്ദരിയായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ സുന്ദരിയായ ഒരു പെൺകുട്ടിനെ അടുത്ത ഗ്രാമത്തിലെ രാജകുമാരനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. ഇദ്ദേഹം ഒരു കൃഷിക്കാരന്റെ മകളാണ്. ആ കൃഷിക്കാരന് ഒത്തിരി അവിടെ കൃഷി സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ ഇദ്ദേഹം എന്നോട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സുന്ദരിയായ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വിവാഹം കഴിച്ചു തരാമോ? കൃഷിക്കാരൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു തരാം, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു മത്സരം വെക്കും. നിങ്ങൾ നല്ല യോദ്ധാവാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. അങ്ങനെ ആ മത്സരം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമൊക്കെ കുറിച്ച് ആ മത്സരം സംഘടിപ്പിക്കുക. അപ്പൊ ഈ മത്സരപ്രകാരമാണ് അദ്ദേഹത്തിന് ശക്തരായിട്ടുള്ള 4 പോത്തുകളുണ്ട്. ഈ നിലം ഉഴുതു മറിക്കാനായിട്ടുള്ള പോത്തുകളാണ് ഈ 4 പോത്തുകൾ. മത്സരത്തിൽ ഇത്രയാണ് മത്സരത്തിനോട് പറയുന്നത്, ഈ പോത്തിനെ ഞാൻ ഒരു പോത്തിനെ 4 അവസരങ്ങൾ നിങ്ങൾക്ക് തരാം. എൻ്റെ പോത്തിനെ തുറന്നു വിടും. ആ പോത്തിനെ തുറന്നു വിടുമ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബലം ഉപയോഗിച്ച്, നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ആ പോത്തിനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എൻ്റെ സുന്ദരിയായ മോളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. അതായിരുന്നു കൃഷിക്കാരൻ ഈ യോദ്ധാവിന്, ഈ രാജകുമാരന് കൊടുത്ത വാഗ്ദാനം. ഈ വെല്ലുവിളിയെ, ഈ മത്സരത്തെ സ്വീകരിച്ചിട്ടാണ് ഇപ്പൊ മത്സരമൊക്കെ സമയം കുറിച്ച് ഇവിടെ മത്സരം നടക്കാൻ പോവാണ്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട് ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട്. കാരണം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിന്റെ പോത്തുകൾ ഭയങ്കര ശക്തരാണ്. ഏത് മത്സരത്തിൽ പോയാലും, നമ്മൾ പോത്തുകൂട്ട് മത്സരത്തിലേക്ക് പോയാലേ പ്രൈസ് വാങ്ങിച്ചു വരുന്ന പോത്തുകളാണ്. അപ്പൊ ഈ മത്സരം കാണാൻ ഗ്രാമത്തിലെ എല്ലാവരും വന്നു. അങ്ങനെ കൃഷിക്കാരൻ ആദ്യത്തെ പോത്തിനെ തുറന്നു വിട്ടു. നിങ്ങൾ കഥ കറക്റ്റ് കേൾക്കണേ. ആദ്യത്തെ പോത്തിനെ തുറന്നു വിട്ടു. ഈ പോത്തിനെ കീഴ്പ്പെടുത്തുന്ന വാല് പിടിച്ച് വലിച്ചിട്ടാണ് ഈ പോത്തിനെ കീഴ്പ്പെടുത്തുന്നത്. ആദ്യത്തെ പോത്തിനെ അഴിച്ചു വിട്ടു. അപ്പൊ ഇദ്ദേഹത്തിനോട് 4 അവസരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കാരണം ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പോത്തിനെ അഴിച്ചു വിട്ടതോടുകൂടി ചാടി വീണ് ഈ പോത്തിനെ കീഴ്പ്പെടുത്താൻ നോക്കി. കഴിഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ എന്താ അറിയോ? എനിക്ക് 4 അവസരം ഉണ്ടുള്ളൂ, ഇതിലെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മതി. ഇത് കഴിഞ്ഞു. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു സാധ്യത അവിടെ അസ്തമിച്ചു. രണ്ടാമത്തെ സാധ്യത വരികയാണ്, അവസരം വരികയാണ്. രണ്ടാമത്തെ പോത്തിനെ അയച്ചു വിട്ടു. ഈ രണ്ടാമത്തെ പോത്തിനെ അയച്ചു വിട്ടപ്പോ അദ്ദേഹം ഇതേപടി പറഞ്ഞു, ഇനി എനിക്ക് ആകെ 2 പോത്തുകൾ. അപ്പൊ പൂർവാധിക ശക്തിയൊക്കെ എടുത്തിട്ട് ചാടി വീണു. പക്ഷെ അതിനെയും കീഴ്പ്പെടുത്താൻ പറ്റില്ല. മൂന്നാമത്തെ പോത്തിനെ അഴിച്ചു വിട്ടു. അപ്പൊ ഇദ്ദേഹം വീണ്ടും ചാടി വീണു ഈ പോത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ചാടി വീണതോട് കൂടിയിട്ട് ഈ മൂന്നാമത്തെ പോത്തിനെ കീഴ്പ്പെടുത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിമാനം പോവും, ഞാനൊരു രാജകുമാരനുമാണ്, അതുപോലെ തന്നെ ഞാനൊരു യോദ്ധാവുമാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെൺകുട്ടിയെ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ അഭിമാനത്തിന് ക്ഷതയിൽ ഇദ്ദേഹം, നീ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഈ പോത്തിനെ കീഴ്പ്പെടുത്തുന്നുള്ള അതിതീവ്രമായ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിൽ, ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് അദ്ദേഹം 4ാമത്തെ മത്സരത്തിന് ഇറങ്ങും. കൃഷിക്കാരൻ എന്ത് ചെയ്തു? ഈ 4ാമത്തെ പോത്തിനെ അഴിച്ചു.
നാലാമത്തെ പോത്തിനെ അഴിച്ചിട്ട് ഇദ്ദേഹം പൂർവാധികം ശക്തി പ്രാപിച്ച് എല്ലാ ശക്തി പ്രാപിച്ച് ഈ പോത്തിന്റെ വാല് വലിച്ചു പിടിച്ച് ഇദ്ദേഹത്തെ നിർത്താൻ വേണ്ടിയിട്ട് പോവാം. അപ്പൊ ഇദ്ദേഹം ഈ പോത്ത് ഓടി വന്നുകൊണ്ട് കൂടിയിട്ട് ചാടി വീണു, ഇദ്ദേഹത്തിന്റെ വാലിൽ പിടിക്കാൻ നോക്കി. പക്ഷേ ഈ നാലാമത്തെ പോത്തിന് എന്തുണ്ടായിരുന്നു? വാലുണ്ടായിരുന്നു. ബാക്കി 3 പോത്തിനും വാലുണ്ടായിരുന്നു. നാലാമത്തെ പോത്തിന് ഇദ്ദേഹം ഈ പൂർവാധിക ശക്തി പ്രാപിച്ച് നാലാമത്തെ പോത്തിനെ പിടിച്ചു നിർത്താനെന്നുള്ള ഇതോടുകൂടിയിട്ട് ഇനി മരണം സംഭവിച്ചാലും കുഴപ്പമില്ല വെച്ചിട്ട് ഈ ഒരു മത്സരത്തിന് ഇറങ്ങി. ഈ നാലാമത്തെ പോത്തിന് എന്തുണ്ടായിരുന്നില്ല? വാലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ നാലാമത് ഉപയോഗിച്ച ഇദ്ദേഹത്തിന്റെ ശക്തി, ദൃഢപ്രതിജ്ഞ ഇദ്ദേഹം ആദ്യം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അസുന്ദരിയായ പെൺകുട്ടിനെ കിട്ടുമായിരുന്നു. അപ്പൊ ഇദ്ദേഹം മത്സരത്തിൽ തോറ്റു. ഇദ്ദേഹത്തിന് ആ സുന്ദരിയായ പെൺകുട്ടി നഷ്ടപ്പെട്ടുകൊണ്ട് സുന്ദരിയായ ആ പെൺകുട്ടി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. 2025 പുതിയ സാധ്യതകളുടെ വർഷമാണ്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടോ വർഷങ്ങളെ കുറിച്ചിട്ടോ കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ചിട്ടോ നമ്മൾ ഓർക്കാൻ പാടില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം ചാടി വീണു. ഈ നാലാമത് ചാടി വീണപ്പോ ഇദ്ദേഹത്തിന് ഇനി വാലില്ല ഒരു പോത്താണ് വരികയെങ്കിൽ ഇദ്ദേഹം മത്സരത്തിന് വിജയിച്ചിരുന്നു. നാലാമത് ഇദ്ദേഹം എടുത്ത ആ തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് ആദ്യം തന്നെ വേണ്ടത്. ആ തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഇനി എനിക്ക് അവസരമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സമയം അത് മാറ്റിവെച്ചു. നാലാമത് പൂർവാധികം ശക്തി പ്രാപിച്ചിട്ട് അദ്ദേഹം അതിനെ പിടിച്ചു നിർത്താൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ സാധ്യത അസ്തമിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ജനുവരി അല്ലെ, ഇപ്പൊ ജനുവരി മാസം, ജനുവരി 1 വീക്ക് കഴിയട്ടെ, 2nd വീക്ക് കഴിയട്ടെ, അതുപോലെ തന്നെ ജനുവരി മാസം കഴിയട്ടെ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാറിയോ? ജനുവരി മാസം കഴിഞ്ഞു, പിന്നീട് എന്ത് വേണോ? ഫെബ്രുവരി ആവട്ടെ, അങ്ങനെ മെയ് മാസം ആവട്ടെ, അങ്ങനെ ലാസ്റ്റ് 2025 നമ്മളിൽ നിന്ന് കടന്നുപോകും. നമ്മൾ ഈ 2026 ചാടും. ഓക്കെ, അപ്പോഴും നമ്മൾ പുതിയ അവസരങ്ങള്, നമ്മൾക്ക് ജീവിതത്തിൽ അവസരങ്ങള് നമ്മളെ തേടി വരില്ല. അവസരങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നതാണ്. നമ്മുടെ അവസരം. 2025 കുറിച്ച് ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിന്റെ മുമ്പ്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ തരുന്നതിന്റെ മുമ്പ് ഈ സാധ്യതകളെ കുറിച്ചിട്ട് പറയാതെ പോയാൽ നമുക്ക് വളരെ നഷ്ടമായിരിക്കും. നമ്മുടെ സാധ്യതകള് നമ്മൾ നിർമ്മിക്കുന്നതാണ്. സാധ്യതകൾ ഒരിക്കലും നമ്മൾ തരും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ആത്മവിശ്വാസം ആരിലുണ്ടോ, ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. ഭാഗ്യം നമുക്ക് ആർക്കില്ല. ആത്മവിശ്വാസം ആരിലുണ്ടോ അവനിലെ ഭാഗ്യം അസിസ്റ്റന്റ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയും, ആത്മവിശ്വാസം ആരിലുണ്ടോ അവനിലെ ഭാഗ്യം അസിസ്റ്റന്റ് ആയിട്ട് തുടരും. നമ്മൾക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും, നിങ്ങൾക്ക് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തിരിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയിരിക്കണം. നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ അവസരങ്ങളെ നിങ്ങൾ ആരും കാത്തു നിൽക്കരുത്. അവസരങ്ങള് വീണ്ടും ഉണ്ടെന്ന് വരുത്. ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പരാജയപ്പെടുന്ന എങ്ങനെ അറിയാം? ഞാൻ ഭയങ്കര ഐക്യൂലേക്ക് കയറിയ ഒരു മനുഷ്യൻ. അപ്പൊ അതിന്ന് പരാജയം എന്ന് പറയാൻ പറ്റില്ല. ഇടയിൽ വെച്ചിട്ട് എനിക്ക് ഒത്തിരി ചെറിയൊരു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണം 2015 മുതൽ എൻ്റെ ഒരു യുഗമായിരുന്നു. ചാനലുകളായാലും ഒത്തിരി ചാനലുകൾ ഉണ്ടായിരുന്നു. ഏഷ്യനെറ്റ് മുതൽ മൈവിൽ മനുവേഡ്, റിയാലിറ്റി ഷോ, ZTV, നാഷണൽ, ഒരുപാട് ചാനലുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉള്ളത് ആ സമയത്ത് ഞാൻ കേരള പോലീസിലുള്ള സമയമാണ്. അതുപോലെ തന്നെ ജില്ലാ മിഷന്റെ വർക്ക് ഏറ്റെടുക്കുന്ന സമയം.
ഒത്തിരി ഇതുള്ള സമയം. ആ സമയത്ത് തന്നെയാണ് 2015 വേൾഡ് റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഒത്തിരി വേദികളിൽ ആദരിക്കാൻ തുടങ്ങി. ഞാൻ വളരെ ശ്രദ്ധിക്കണേ, ഒത്തിരി വേദികളിൽ ആദരിക്കാൻ തുടങ്ങി. ഈ ആദരവിന്റെയും നമ്മള് അവാർഡുകൾ വാങ്ങുന്നതിന്റെയും പുറകിൽ പോയിക്കൊണ്ടിരിക്കും. സമയമില്ല, കാരണം ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു, ഉദ്ഘാടന സെക്ഷനിൽ പോകുന്നു, അങ്ങനെ ഒത്തിരി ഇതിലേക്ക് പോയി. ഇത് എന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൊമെന്റോസ് ആയിരിക്കും. എന്റെ വീട്ടില് സ്ഥലമില്ല. എന്റെ ഭാര്യ എപ്പോഴും പറയും, ഇനി മൊമെന്റോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ള രൂപത്തിൽ എന്റെ ഭാര്യ സംസാരിക്കാൻ തുടങ്ങി. എന്റെ വീട്ടിൽ വന്നവർക്കും അധികം എന്നെ അറിയുന്നവർക്കും ഒക്കെ അറിയാം. അപ്പൊ നമ്മൾ ഇതിന്റെ പുറകില് നമ്മളില് മനുഷ്യൻ പരാജയപ്പെടുന്ന ഒരു നിമിഷം പറയുന്നത്, നമ്മൾ ഉയർന്നു പോകുമ്പോൾ അംഗീകാരങ്ങളുടെയും അവാർഡിന്റെയും പുറകില് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ പരിശ്രമം ഇല്ലാതാവുകയാണ്. ഞാൻ പറഞ്ഞു തരികയാണ്, നമ്മുടെ പരിശ്രമങ്ങൾ ഇല്ലാതാവുകയാണ്. അവിടെ നമ്മുടെ പരിശ്രമങ്ങൾ അസ്തമിച്ചു തുടങ്ങും. മുമ്പ് നമ്മൾ ഒന്നും അല്ലാതായിരുന്ന സമയത്ത് നമ്മൾക്ക് ഞാൻ പറയില്ലേ, ഒത്തിരി ബാധ്യതകൾ നമ്മളിലേക്ക് ഒത്തിരി ബാധ്യതകളും നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ വരുന്ന അറിയാം. ഒന്ന് അറിവാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അറിവാണ്. ഇവിടെ നിന്ന് ജ്ഞാനം ഉൾക്കൊള്ളണം. ഇവിടുന്ന് നമ്മൾ ഭയന്നോടും ജീവിതത്തിൽ, അല്ലേ? ചില ആളുകൾ ഉയർന്നു വരുമ്പോ ആ സമയത്ത് എന്താ പറയുക, പ്രാക്ടിക്കൽസ് കുറവായിരിക്കും. കാരണം ഞാൻ നല്ല രൂപത്തിൽ ഫിറ്റ്നസ് ചെയ്യുന്ന ആളാണ്. എന്റെ അബ്ഡോമിനൊക്കെ 6 പാക്ക് കട്ടായിരുന്നു. ഇപ്പൊ അധികം ബാക്കി എല്ലാ എക്സസൈസും ചെയ്യും. അബ്ഡോമിന് ഹാഫ് ആൻ അവർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത അത്ര സമയം കിട്ടാറില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഈ അവസരങ്ങളും അവാർഡുകളുടെ പുറകിൽ പോകുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പരിശീലനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളെ കർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത് നമ്മളെ പരാജയപ്പെടുത്തുന്ന ഒറ്റ കാര്യം കൂടി പറഞ്ഞു നമ്മുടെ സെക്ഷനിലേക്ക് കിടക്കണ ഭയമാണ്. ഭയം എന്നുള്ള ഒരു സാധനം. എക്സാമ്പിള്, ഒരിക്കല് സ്വാമി വിവേകാനന്ദന് ഒരു ഇടവഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വാനരന്മാര് ഒത്തിരി അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന കണ്ടു. അപ്പൊ അദ്ദേഹം ഒന്നുകൂടി സ്പീഡിൽ നടന്നു, ഒരു ഭയന്ന് ഓടുന്ന പോലെ സ്പീഡിൽ നടന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനോ ആരോ വിളിച്ചു പറയുന്നത് കേട്ടു. പറഞ്ഞു, സ്വാമിജി, ആ വാമരന്മാരെ തിരിഞ്ഞ് ആക്രമിക്കൂ എന്ന് പറയുന്നത്. തിരിഞ്ഞ് അവരെ നേരിടാൻ പറയാം. തിരിഞ്ഞ് ആ വാമരന്മാരെ, ആ കുരങ്ങുകളെ അങ്ങ് തിരിഞ്ഞ് നേരിടാൻ വേണ്ടി പറയുന്നു. അദ്ദേഹം, സ്വാമി വിവേകാനന്ദൻ തിരിഞ്ഞ് നേരിട്ടോടുകൂടിയിട്ട് ആ കുരങ്ങുകളൊക്കെ ഓടി അപ്രത്യക്ഷം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ നായകളുണ്ടല്ലോ, നായ ഉപദ്രവിക്കാൻ വരിക, കടിക്കാൻ ഒരു കൂട്ടം നായ വരികയാണെങ്കിൽ നിങ്ങൾ ഓടി നോക്കുക, നമ്മുടെ പുറകിൽ ഓടിയിട്ട് നമ്മളെ കടിക്കും. നമ്മൾ അവിടുന്ന് നായനെ നേരിടാൻ തയ്യാറായത് നായ തിരിച്ചു കൊടുക്കും. ഇവിടുന്ന് നിങ്ങൾ ഭയത്തെ പേടിച്ചിട്ട്, ഭയന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഭയത്തെ പേടിച്ചിട്ട് ഓടുന്നു, ഭയം നിങ്ങളുടെ പുറകിൽ വന്നുകൊണ്ടേയിരിക്കും. ഭയം കൂടും. നിങ്ങൾ ഭയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്, ഭയത്തെ പേടിച്ച് ഒളിച്ചോടുകയാണ്. ഭയം നിങ്ങളിലേക്ക് വീണ്ടും അതിന് 10 മടങ്ങ് ശക്തി പ്രാപിച്ച് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ എതിരാളിനെ നേരിടേണ്ടതും അങ്ങനെ തന്നെ കേട്ടോ, ആത്മവിശ്വാസത്തോട്. അല്ല, നിങ്ങള് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ആ നായനെ നേരിട്ടെങ്കിൽ, ആ കുരങ്ങനെ നേരിട്ടെങ്കിൽ, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി, ഒരാൾ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാം. 2025 നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒത്തിരി ഇപ്പൊ ഈ പെൺകുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കും. എന്നിട്ട് മറ്റുള്ളവർ പറയും, നിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പണം വേണം. അപ്പൊ ഞാൻ ഒത്തിരി പോലീസ് ഓഫീസർമാരെ ഇവിടുന്ന് നമ്മൾ പഠിപ്പിച്ച്, അപ്പോൾ ഒരു പോലീസ് ഓഫീസർ പറയണ, ഇങ്ങനെ ഒരു കേസ് വന്നു, ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഒരാൾ ഫോട്ടോ ഇന്റർനെറ്റിലിടും. ആ പോലീസുകാരൻ പറഞ്ഞു, അവനോട് പറയാം ഫോട്ടോ ഇടാൻ പറയാം. അപ്പോ ഇദ്ദേഹം പറഞ്ഞ പോലെ അവള് ചെയ്തു. പിന്നെ ആ പയ്യന്റെ ഫോൺ വിളിയോ അദ്ദേഹത്തിന്റെ ശല്യപ്പെടുത്തലോ ഒന്നുമില്ല. നമ്മൾ ആരെങ്കിലും നമ്മളെ ഭയപ്പെടുത്താൻ വരുമ്പോ
നമ്മൾ അതിന് നിന്ന് കൊടുത്താൽ അവർ വീണ്ടും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ലിഫ്റ്റ് കയറാനാണ് ഭയമെങ്കിൽ നിങ്ങൾ ലിഫ്റ്റ് കയറിന് വേണം. ആൾക്കൂട്ടത്തിൽ പോവാനാണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ അവിടെ പോവുകന്നെ വേണം. അങ്ങനെ പോയിട്ടേ നിങ്ങൾക്ക് ആ ഭയം മാറ്റാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി എന്തായിരുന്നു അറിയോ? പാമ്പിനായിരുന്നു. സ്നേക്ക്, പാമ്പ്. ഇപ്പോ എൻ്റെ വീട്ടിലേക്ക് ഇടയിൽ അവിടെ ഇവിടേക്ക് കാണും. കാരണം പേടിയല്ല, ആ ഒരു അറപ്പ. പക്ഷെ അപ്പോഴാണ് റഹീം കുട്ടി ഇവിടെ പാമ്പുകളെ പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹം സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിൽ വന്നു. അപ്പൊ ഞാനും ഉണ്ടായിരുന്നു അതില്. അപ്പൊ തന്നു. ആദ്യം ഞാൻ ഓടി. അപ്പൊ പുള്ളി എന്നെ കളിയാക്കി, നിങ്ങൾ ഇത്തരം ഫിറ്റ്നസ്സിലും ഇതിലൊക്കെ ഉള്ള മാർഷൽ ആർട്സ് ഒക്കെ ഉള്ള ഇതിന് പിടിക്കാനാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഒരു നമ്മള് ഈ 3 മൂർഖനെ എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ പിടിച്ചു, പൂർണ്ണമായിട്ട് പിടിച്ചു. അതിന് തോളിലിട്ട് ഞാൻ കുറച്ച് സമയം നിന്ന് ഫോട്ടോ ഒക്കെ ഞാൻ ഇടയ്ക്ക് ആ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ആത്മധൈര്യം. എന്റെ ഭയം പൂർണ്ണമായിട്ടും മാറും. ആ പൂർണ്ണമായിട്ട് അതിന്റെ ഭയം. തീ പേടിയുള്ള ആളെ എന്ത് ചെയ്യാറ്? നമ്മൾ തീയൊക്കെ വിഴുങ്ങിയിട്ടൊക്കെ അവരെ പരിശീലിപ്പിക്കും. അതുപോലെ തന്നെ എന്തിനെ ഭയം വെച്ചാല് ആ ഭയത്തെ നമ്മൾ ആ ഭയത്തിൽ നിന്ന് ഒളിച്ചോടരുത് ഒരിക്കലും. ഇപ്പോ നമ്മള് ഒളിച്ചോടാൻ പാടില്ല, ഭയക്കാൻ പാടില്ല. എവിടെയും നമ്മൾ ഭയക്കാൻ പാടില്ല. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പാമ്പിനെ കണ്ട് നമ്മൾ ഭയന്ന് ഓടിക്കഴിഞ്ഞാൽ പാമ്പ് നമ്മളെ കടിക്കും. അപ്പോ ആ ഭയത്തെ നമ്മൾ എടുത്തു കളയണം. ആ ഭയത്തെ എടുത്തു കളയണം എന്നുണ്ടെങ്കിൽ ഒന്ന് പരിശീലനത്തിലൂടെ കഴിയും. അതേ പ്രവൃത്തി ചെയ്തിട്ടുള്ള പരിശീലനത്തിലൂടെ. 2, നമുക്ക് നിരന്തരമായിട്ട് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ. അതുപോലെ തന്നെ മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സസൈസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ അപ്പോ നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡിക്കുള്ള ഫിറ്റ്നസ്സായി. ഇനി മൈൻഡ് ജിം എന്ന് പറയും. വാട്ട്സ് മൈൻഡ് ജിം? മൈൻഡിനുള്ള ഭക്ഷണമാണ്, മൈൻഡിലുള്ള ഫുഡാണ്. ഒന്ന് സ്പിരിച്വാലിറ്റി നമ്മൾ പറയുന്നു, മെഡിറ്റേഷൻ, ഹിപ്നോസിസം, ഇതൊക്കെ മൈൻഡിലുള്ള ഫുഡാണ്. മൈൻഡ് പവർ. നമ്മൾ നല്ല ശക്തന, നല്ല ജിമ്മുണ്ട്, നല്ല ബോഡി ബിൽഡറാണ്. മൈൻഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി. ഓക്കെ, അപ്പൊ മൈൻഡ് നമുക്ക് പവർഫുൾ ആക്കണം. അതിനുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ്. ആദ്യം നമ്മൾ ഇൻ സോളോ ഔട്ട്, ഇൻ സോളോ ഔട്ട്, അതിന് ആ ബ്രീത്ത് ആണ് പഠിപ്പിക്കുന്നത്. ഇൻ എന്ന് പറഞ്ഞാല് ഉള്ളിലേക്ക് എടുക്കുക, സോളോ പറഞ്ഞാല് വിഴുങ്ങുക, 3 തവണ വിഴുങ്ങണം. ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ബ്രീത്തിങ് എക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് പേഷ്യൻസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ അത് ചെയ്യുന്നതിന്റെ മുമ്പേ നമ്മൾ കൈ കാണാമല്ലോ ഇവിടെ. ഓക്കെ, ആദ്യം നിങ്ങളുടെ ഈ കൈ എടുക്കുക. ഇവിടെ ഒരു 15 തവണ അടിക്കുക. 1 2 15 തവണ. 1 2 3. നല്ല അടിക്കണേ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം അപ്പൊ തന്നെ കാണാം കേട്ടോ. സഡൻ എഫക്റ്റ് ആവും. ഓക്കെ, കൈ ഇങ്ങനെ എടുത്ത് 1 2 3 4 5 6 7 8 9 10 12 13 14. ഓക്കെ, 15. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ജോയിന്റിന്റെ ഈ പാർട്ട് ഉണ്ടല്ലോ, ഇവിടെ അടിക്കുക. ജോയിന്റ് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ ഈ കക്ഷത്തിന്റെ ഇവിടെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. ഓക്കെ, ഇനി നമ്മുടെ ഈ കയ്യിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന്. 1 2 3 4 5 6 7 8 9 10 2 3 4 5. ഓക്കെ, ഇനി ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. നല്ല അടിക്കണേ. സ്റ്റാർട്ട് ഇവിടെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. ഓക്കെ, ഇനി അത് കഴിഞ്ഞാല് കൈ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉള്ളവർ, ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എക്സസൈസ് വരാൻ. ഇനി ഇവിടുന്ന് ആദ്യം 1 2 3 4 5 6 7 8 9 10. ഇനി 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7. ഓക്കെ, ഇനി ഇവിടുന്ന് ഇത്. ഓക്കെ, 1 2 3 4 5 1 2
3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി ഈ കൈ ഇങ്ങനെ പിടിക്കാം. ഇത് കയ്യിൽ പഞ്ച് ചെയ്യാം. 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഈ കൈ മാറ്റി പിടിച്ചു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5. ഓക്കെ, ഇനി കൈ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഒരു 50 കൗണ്ട് കൈ കറക്റ്റ് അടിക്കണം. നല്ല പവറിൽ അടിക്കണേ കേട്ടോ, നല്ല പവറിൽ അടിക്കണം. 50 കൗണ്ട് അടിക്കുന്നതോട് കൂടിയിട്ട് ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. നമ്മുടെ കൈ കൂടുതൽ എനർജറ്റിക് ആക്കും. നമ്മുടെ കൈന്റെ ഇങ്ങോട്ടുള്ള സർക്കുലേഷൻ ഇത് വരും. ഈ ഇതുണ്ട് സ്ട്രോക്ക് ഒക്കെ വരാതിരിക്കാനൊക്കെ ബെസ്റ്റ് ഇങ്ങനെ പിടിക്കുക കൈ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 8, 9, 10. ഇനി 20 കൗണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. 1, 2, 3, 4, 5, 6, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഫാസ്റ്റ്, നല്ല സ്പീഡിലായിരിക്കും. നല്ല സ്പീഡിലായിരിക്കും. അടിക്ക് ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, നീ കൈ എടുത്ത് നോക്ക്. നീ കൈ എടുക്ക്, കയ്യിൽ നോക്ക്. ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ കയ്യിൽ ഒരു സർക്കുലേഷൻ വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ഇതിന്റെയൊക്കെ സയൻസ് ഞാൻ പിന്നെ പറയാം. പ്രാക്ടിക്കലി ഒത്തിരി സെക്ഷൻ തരാനുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് വാമായി ഒക്കെ വന്നല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇൻ സോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇൻ പറഞ്ഞ ശ്വാസം ഉള്ളിലോട്ട് എടുത്തു. സോളോ 3 തവണ വീഴണം. ഔട്ട് ഔട്ട് ചെയ്യണം നല്ല ഫാസ്റ്റ്. കുറച്ച് സമയം പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇൻ ശ്വാസം പുറത്തേക്ക് പോവാതെ വിഴുങ്ങാം കേട്ടോ. ഇൻ സോളോ. ഔട്ട്. ഇൻ സോളോ. ഔട്ട്. വീണ്ടും ഇൻ സോളോ. ശരിക്കും വിഴുങ്ങണേ. 3 തവണ വിഴുങ്ങണം ശ്വാസം പുറത്തേക്ക്. ഔട്ട്. ഇൻ സോളോ. 3 തവണ വിഴുങ്ങി. ഔട്ട്. ഇൻ സോളോ. ഔട്ട്. ഓക്കെ, ഇൻ 10 തവണ ചെയ്യണം. സോളോ. ഔട്ട്. ഇൻ സോളോ. ഔട്ട്. ഇൻ സോളോ. ഔട്ട്. ഇൻ സോളോ. ഔട്ട്. ഇൻ സോളോ. ഔട്ട്. ഓക്കെ, ഇൻ സോളോ ഔട്ട്. അതായത് ഉള്ളിലേക്ക് എടുത്ത ശ്വാസം നമ്മളിൽ നിന്ന് ശ്വാസം കട്ടാവാതെ നമ്മൾ വിഴുങ്ങണം 3 തവണ. ഓക്കെ, ഇത് കഴിഞ്ഞാല് ഇൻ സോളോ ഔട്ട് കഴിഞ്ഞാല് ഇപ്പം ഇത് കഴിഞ്ഞാല് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്നതും നമ്മൾക്ക് കൂടുതൽ നമ്മൾ എനർജറ്റിക് ആകുന്നതുമായിട്ട്. അതായത് ആദ്യം 3 തവണയാണ്, പിന്നീട് 5 തവണ 3 സെറ്റ്. വലത് കൈ നെഞ്ചിൽ വെക്കുന്നു, ഇടത്ത് കൈ നമ്മുടെ വയറിൽ വെക്കുന്നു. എന്നിട്ട് ആദ്യം കുറച്ച് ഡൗൺ ആയിട്ടിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ട ടൈം ഒന്ന് ശ്രദ്ധിക്കണേ. ഡൗൺ ആയിട്ടിരിക്കണം ആദ്യം. എന്നിട്ട് 1, 2, 3. 1, 2, 3. അതായത് മുക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. നമ്മൾ ഈ 3 തവണ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പോവാം. യാതൊരു കാരണവശാലും അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്വാസം കട്ടാവുക. അതായത് ഈ 3 തവണ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ സ്തംഭനാവസ്ഥയിലായിരിക്കണം. ഓക്കെ, ശ്വാസം ഉള്ളിൽ പിടിച്ചിട്ട് അത് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവാത്ത അപ്പൊ തന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. ഓക്കെ, പ്രാക്ടിക്കൽ സെക്ഷൻ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, റെഡി? ഇൻ 2,
3 1 2 3. ഓക്കെ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് പിന്നീട് ഞാൻ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ശ്വാസം പുറത്തു പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്വാസം യാതൊരു കാരണവശാലും ഇങ്ങനെ 3 തവണ പോകുമ്പോൾ നമ്മൾ സ്തംഭനാവസ്ഥയിലും ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ടായിരിക്കണം പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് കറക്റ്റ് പറഞ്ഞത്. ഓക്കെ, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് 1, കുറച്ച് സമയം അവിടെ പിടിച്ചേക്ക് ശ്വാസം. 2, പതുക്കെ ചെയ്താൽ മതി, കുറച്ച് സമയം ശ്വാസം പിടിച്ചേക്ക്. 3, നെക്സ്റ്റ് 1 1 2 3, വീണ്ടും 1 2 3, ശ്വാസം ഔട്ട് 2 3, വീണ്ടും 1 2 3 1 2 3. ഓക്കെ, ഇനി ഇതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നിക്സ് ഉപയോഗിക്കുന്നത് 5 തവണ. ഞാൻ പറയുന്ന ഈ ടെക്നിക്ക് ഒന്ന് കാണിച്ചു തന്നിട്ട് 5ന്റെ മുകളിൽ ആർക്കെങ്കിലും ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ? 5ന്റെ മുകളിൽ ആർക്കെങ്കിലും ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ഓക്കെ, ആദ്യം നെക്സ്റ്റ് ഇവിടുന്ന് എൻ്റെ ഡെമോ ശ്രദ്ധിക്കണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന് 1 നെക്സ്റ്റ് 2 3 4 5. അതായത് ശ്വാസം വിടാതെ 5 തവണ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 6ാമത്തെ തവണ ഒരാൾക്കും ശ്വാസം എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ കള്ളത്തരം ചെയ്തു. 6 തവണ ആർക്കും എടുക്കാൻ പറ്റും, 5 തവണ മാത്രം. ഓക്കെ, നെക്സ്റ്റ് 2 ഈ 5 തവണ ഒന്ന് കൂടി ഡെമോൺസ്ട്രേഷൻ ശ്രദ്ധിക്കുക. 1 2 3 4 5 1 2 3 4. ഇത് നമ്മൾ വായിലൂടെ ഔട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മൂക്കിലൂടെയാണ്, ഇത് വായിലൂടെ 5 തവണ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആദ്യം സ്റ്റാർട്ടിങ്. ഓക്കെ, ഞാൻ കൗണ്ട് ഒക്കെ പറയുമ്പോൾ എന്താ പറയുക, എന്റെ ശ്വാസം ഇതൊക്കെ പുറത്തു പോകും. നിങ്ങൾ യാതൊരു കാരണവശാലും ഈ 5 തവണ ഇങ്ങനെ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുക എന്നല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ശ്വാസം പുറത്തേക്ക് വരാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ ഒരു പ്രത്യേക തരം പരിശീലനങ്ങളാണ്. ബ്രീത്തിങ്ങിന്റെ ഒരു വലിയ സെക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റലിനായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്ക് ഇതാക്കാം. ഒന്ന് സ്ട്രോക്കിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഈ പെട്ടെന്ന് ഉണ്ടാവുന്ന അറ്റാക്ക്, നമ്മളെ ബ്ലോക്ക്, ഹാർട്ടിലൊക്കെ ഉണ്ടാവുന്ന ബ്ലോക്ക്, അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് ഞാൻ തരുന്ന ഈ ബ്രീത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാനോ രാവിലെയൊക്കെ ചെയ്യാനും വൈകുന്നേരം വരെ അത്രയും സമയം നമ്മളെ എനർജറ്റിക് ആയിട്ട് നിർത്താൻ ഇത് സഹായിക്കും. ഓക്കെ, റെഡി? നമ്മളിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരാൾ നമ്മളോട് പറഞ്ഞു നീ നന്നായിട്ട് എക്സസൈസ് ചെയ്യും, അത് നാർത്തെ എണീക്ക് ഒക്കെ പറഞ്ഞു, അതൊന്നും നമ്മളിൽ എഫക്റ്റ് ചെയ്യില്ല. നമ്മൾ കർമ്മം ചെയ്യുന്നേ വേണം. പ്രാക്ടിക്കൽ സെക്ഷൻസ് വെരി ഇമ്പോർട്ടൻസ് ആണ്. അതാ പറയുന്നത്. ചില സമയത്ത് നമുക്ക് കൗൺസിലിങ്ങോ മോട്ടിവേഷനോ ഒന്നും ഏൽക്കാത്ത ചില സമയങ്ങളുണ്ട്. ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് മോട്ടിവേഷനോ കൗൺസിലിങ്ങോ ഒന്നും ഏൽക്കില്ല. അവിടെ നമ്മൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷൻസ് ലോകത്തിന് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള കുറച്ച് എക്സസൈസും അതിന്റെ ബ്രീത്തിങ് എക്സസൈസും ആണ് ഞാൻ പറഞ്ഞത്. മെയിൻ ആയിട്ട് നമ്മൾക്ക് രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നമ്മളെ ഇന്റലിലെ സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയോ മസിൽസ്, ഇതെല്ലാം ഭയങ്കര പവർഫുൾ ആയിട്ട് നിർത്താനും ഉപകരിക്കുന്ന എക്സസൈസ്. ഓക്കെ, സ്റ്റാർട്ട്. റെഡി? 1 2 3 4 5. തിരിച്ചു വരിക. 1 2 3 4 5. ഓക്കെ, ഇനി വീണ്ടും വളരെ പതുക്കെ കേട്ടോ. ഇനി ഞാൻ കൗണ്ട് തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഐറ്റം മനസ്സിലായല്ലോ? ഓക്കെ,
സ്റ്റാർട്ട്. ബ്രീത്ത് ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് 1. ഇവിടെ കൈ വെക്കും, നെഞ്ചിൽ കൈ വെച്ചു, വയറിൽ കൈ വെക്കുക. ഓക്കെ, സ്റ്റാർട്ട്. ബ്രീത്ത് എടുത്തുകൊണ്ട് 1, 2, 3, 4, 5. അവിടെ കുറച്ച് സമയം ഹോൾഡ് ചെയ്തേക്കുക. ഇനി വീണ്ടും 1, 2, 3, 4, 5. വീണ്ടും ഒന്നുകൂടി 1, 2, 3, 4, 5. വീണ്ടും 1, 2, 3, 4, 5. ഓക്കെ, വീണ്ടും സ്റ്റാർട്ട്. 1, 2, 3, 4, 5. ഓക്കെ, റിലാക്സ്. ഇനി ശ്രദ്ധിക്കാം. ഓക്കെ ഓക്കെ, അടുത്ത നമ്മുടെ ബ്രീത്തിങ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഈ ബ്രീത്തിങ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രീത്തിങ് ഇതുണ്ട്, ലാസ്റ്റ് ബ്രീത്തിങ് മെഡിറ്റേഷൻസ് ഉണ്ട്. ബ്രീത്തിങ് നിങ്ങൾ ബ്രീത്തിങ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതേപോലെ തന്നെ നിങ്ങൾ ഒരു മോട്ടിവേറ്റഡ് ട്രെയിനർ ആണെങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങൾ ഡൗൺ ആയ സമയത്ത് നമുക്ക് പൂർവാധികം ശക്തി പ്രാപിച്ച് നമ്മൾക്ക് തിരിച്ചു വരാനുള്ള ബ്രീത്തിങ് ടെക്നിക്സുകളുണ്ട്, ആക്ടിവിറ്റീസുകൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം പാടെ നമുക്ക് തീരുമെന്നും അറിയില്ല, കാരണം കുറച്ച് വെറും പ്രാക്ടിക്കൽ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറിങ് വരും. അപ്പൊ അതുപോലെ തന്നെ തിയറി പ്രാക്ടിക്കൽ എല്ലാം പാടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബ്രീത്തിങ് സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കാം. ഇൻ സോളോ ഔട്ട് അല്ലെ. ഇനി നമ്മൾ ശ്വാസം എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ ഹൈ സ്പീഡ് ബ്രീത്തിങ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതൊന്നും കൂടി ചെയ്യാം. ഹൈ സ്പീഡ് ബ്രീത്തിങ്, സ്തംഭനാവസ്ഥ. ഓക്കെ, നമ്മുടെ ശരീരം ഇങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ വെക്കുക, നമ്മുടെ തൊടയിൽ കൈ ഇങ്ങനെ വെക്കുക. നമ്മുടെ ശരീരം നന്നായിട്ട് ചെർക്ക് ചെയ്യും. അതായത് 10 കിലോമീറ്റർ നിങ്ങൾ റൺ ചെയ്ത ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുകയായി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബ്രീത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കതിച്ച് ഇതാവും. അപ്പൊ നമ്മൾക്ക് നമ്മൾ ഒരു ഗ്രൗണ്ടിൽ 10 റൗണ്ട് ഓടിയ ആ ഒരു ഫീല് നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. അത് ഓക്കെ, ആദ്യം നിങ്ങളുടെ ഒന്ന് ശ്രദ്ധിക്കുക, ശരീരം അടക്കം ചേർക്കുകയാണ് കേട്ടോ. മൂക്കിലൂടെ അതിശക്തമായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. നെക്സ്റ്റ് നോക്കാം, സ്റ്റാർട്ട് ചെയ്യും. 1, നെക്സ്റ്റ് ഇവിടുന്ന് 1. നമ്മുടെ ശരീരം അടക്കം ചേർക്കുകയും. ഓക്കെ, കൈ നമ്മുടെ ശരീരം ഉണ്ടല്ലോ ഇതടക്കം ചേർക്കുകയും. അതേപോലെ തന്നെ ആ സമയത്തിന് നമ്മുടെ നല്ല ഹൈ സ്പീഡ് ബ്രീത്തിങ് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1. സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3 ഹൈ സ്പീഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4. ചെയ്യാം, ഞാൻ പറയുന്നവരെ ചെയ്യാം. സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒന്നുകൂടി ഫാസ്റ്റ് ആക്കുക. മാക്സിമം. ഓക്കെ, റിലാക്സ്. ഒന്ന് കണ്ണടച്ചിരിക്കും. ഈ സമയം ശരീരത്തിന്റെ വിശ്രമാവസ്ഥ ശ്രദ്ധിക്കും. ശരീരത്തിലെ ഇപ്പോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്രമാവസ്ഥ ശ്രദ്ധിക്കുക. ശരീരത്തിനും മനസ്സിനും ഇപ്പൊ അനുഭവിക്കുന്ന ആ ഒരു ഫീല് കൊണ്ടുവരിക. നിങ്ങളുടെ മൂർധാവിന്റെ അവിടെ ആയിട്ട് ഒരു കൂളിംഗ് അനുഭവപ്പെടുന്നതായിട്ട് മൈൻഡിൽ കൊണ്ടുവരിക. വീണ്ടും റെഡി, സ്റ്റാർട്ട്. 1. നല്ല ശക്തിയായിട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മാക്സിമം ഫാസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്താലേ എനിക്ക് കാണാനേ പറ്റുള്ളൂ. റിലാക്സ്, കണ്ണടക്കുക. ക്യാമറ ഓൺ ചെയ്താലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ ചെയ്യുന്ന എത്രത്തോളം വൃത്തിയുണ്ട് അല്ല. ഓക്കെ, വീണ്ടും. ഓക്കെ, വെരി ഗുഡ് അനിഫക, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അറിയോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ ഇരിക്കുമ്പോ നമ്മുടെ ഈ കാലിലും ഇവിടെയാണ് ഇത് കൊടുക്കേണ്ടത്. ഞാൻ അതിനാണ് ലാപ്ടോപ്പ് ഓൺ ചെയ്തിരിക്കുന്ന മൊബൈല്. അപ്പൊ നമ്മൾക്ക് നിങ്ങളെ കാണാനും പറ്റും.
ഓക്കെ, നമ്മള് തിരുത്തി തരാൻ പറ്റും, അതാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്. ഇവിടെ കൈയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഇതില് കറക്റ്റ്. അപ്പൊ നമുക്കൊരു എക്സസൈസ് കറക്റ്റ് ബോഡിക്കും ഒരു എക്സസൈസ് കൂടി കിട്ടുക, ശരീരം കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, വീണ്ടും നല്ല ശക്തിയിൽ ചെയ്യട്ടോ. അത് പറഞ്ഞാല് നമുക്ക് ഈ ഹൈ സ്പീഡ് ബ്രീത്തിങ്, നോൺ സ്റ്റോപ്പ് ബ്രീത്ത് നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട്, നോൺ സ്റ്റോപ്പ് ബ്രീത്ത് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ ഒരു നമ്മൾ റിലാക്സേഷന് കൊടുക്കുന്നില്ല, അത്രയും ഫാസ്റ്റ് ആയിരിക്കണം ഇവിടെ. ഓക്കെ, എത്രത്തോളം ചെയ്യാൻ പറ്റും നമ്മുടെ ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഈ പുറക് വശത്ത് നിന്ന് നമുക്ക് ചെറിയ ഒരു പെയിൻ തുടങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോഴാണ് കറക്റ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും വീണ്ടും. മാക്സിമം 1 1 2 3 4 5 6 7 8 9 10 1 2 3 maximum 1 2 3 4 5 6 7 8 9 10 fast 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 ഫാസ്റ്റ്. ഒന്നുകൂടി ഫാസ്റ്റ് ആക്കും, ഒന്നുകൂടി ഫാസ്റ്റ്. ഒന്ന് കണ്ണടച്ചിരുന്നേ. കണ്ണടച്ച് ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ വിശ്രമാവസ്ഥ ശ്രദ്ധിക്കുക. വീണ്ടും ഒന്നും കൂടി സ്റ്റാർട്ട്. 1 വീണ്ടും 1 മാക്സിമം 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. റിലാക്സ്, കണ്ണടയ്ക്കാം. ഓക്കെ, ഇനി ഈ നിമിഷം, ഈ ഒറ്റ നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സ്തംഭനാവസ്ഥ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക്. ഞാൻ ബ്രീത്തിങ്ങിന്റെ ഒത്തിരി സെക്ഷൻസ് കാണിച്ചു തരാൻ പോവാണ്. കാരണം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള ഒരു സൗകര്യം കൂടി. ഓക്കെ, നമ്മൾ ലൈവില് പഠിക്കുന്ന ഒരു ഗുണം റെക്കോർഡിംഗ് ക്ലാസ് കേട്ടാലും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനി സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ എത്ര സമയം, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വളരെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. കാരണം വാട്ടർ തെറാപ്പി എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ടാങ്കിലൊക്കെ ഉണ്ടല്ലോ വലിയ ഡപ്പ, ബാത്ത് ഡപ്പയ്ക്ക് കൊടുന്ന് അതിൽ വെള്ളം നിറക്കും. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, അക്കാഡമിയിലെ പിള്ളേര്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമെന്ന് വെച്ചാൽ എന്തിൻ്റെങ്കിലും മുകളിൽ അത് വെച്ചിട്ട് തല ഇതാക്കും. അവര് തല പൊക്കാൻ നേരത്തെ ഞങ്ങൾ താത്തിപ്പിടിക്കും. ഇതൊക്കെ ഞാനൊക്കെ പുറത്ത് പോയിട്ട് ചെയ്ത ട്രെയിനിങ്ങിലൊക്കെ ഉള്ളതാ. വിദേശത്തൊക്കെ പോയിട്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുമ്പോൾ ചൈനയിലൊക്കെ അങ്ങനത്തെ ട്രെയിനിങ് ഉണ്ട്. കാരണം അങ്ങനെ നമ്മുടെ ഇതായി മാക്സിമം താവുന്ന കണ്ണോട് കൂടിയിട്ട് വിടും. അപ്പൊ നമ്മള് എന്ത് ചെയ്യുക വെച്ചാൽ വാട്ടർ തെറാപ്പി ചെയ്യുന്നത് നല്ലതാ. വാട്ടർ തെറാപ്പി വേറെ രൂപമുണ്ട്. വാട്ടർ തെറാപ്പി നമ്മൾ വെള്ളം കുടിക്കും. അതേപോലെ തന്നെ കണ്ണുകൾ തുറന്നു വെക്കും. കണ്ണുകൾ തുറന്നു വെച്ചിട്ട് നമ്മൾ ഇത്രയും വെള്ളത്തിൽ മൂടും. നമ്മള് ഇങ്ങനെ നമ്മൾക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്ന സമയത്ത് മുങ്ങിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒത്തിരി സമയം ശ്വാസം പിടിച്ചിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. രണ്ട് തവണ പറഞ്ഞു വിടണം. മൂന്നാമത്തെ തവണയാകുമ്പോൾ മൂക്കിലൂടെ വളരെ സാവകാശത്തിൽ വിടുക. ഓക്കെ, റെഡി? ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം പിടിച്ചു നിർത്തിക്കൊള്ളും. ഞാൻ പറയാതെ വിടരുത്. രണ്ട് കൈകളൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്തോളൂ. ടൈറ്റൻ മാക്സിമം ടൈറ്റൻ ചെയ്തോളൂ. ടൈറ്റൻ മാക്സിമം ടൈറ്റൻ ചെയ്യുക. ടൈറ്റൻ എത്രത്തോളം ടൈറ്റൻ ചെയ്യാൻ പറ്റും അത്രത്തോളം ടൈറ്റൻ ചെയ്യുക. മാക്സിമം ടൈറ്റൻ ചെയ്യുക. ടൈറ്റൻ മാക്സിമം ടൈറ്റൻ ചെയ്യുക. മാക്സിമം നമ്മൾ ടൈറ്റൻ ചെയ്യാം. ഇനി
ശ്വാസം ഔട്ട് ചെയ്യാം. ശ്വാസം ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കി വെക്കുക നമ്മുടെ എനർജി ലെവല്. ആ സമയത്ത് നിങ്ങൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചോളൂ, ചിന്ത അവിടെ വന്ന് ബ്ലോക്ക് ആവും. ഓക്കെ, ഈ ഓവർ തിങ്കിങ് ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആളുകള്, ഈ ഡിപ്രഷൻ ചെറിയ സ്റ്റേജിലുള്ള ആളുകള്, അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്, ഗുണം ചെയ്യും. ഓക്കെ, ഇനി വീണ്ടും ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തോളൂ. ടൈറ്റൻ ചെയ്യേ, ശരീരമൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാം, നന്നായിട്ട് ടൈറ്റൻ ചെയ്യാം. ടൈറ്റൻ 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 മാക്സിമം. നെക്സ്റ്റ് ടു. ഇനി മൂന്നാമത്തേല് നമ്മൾ ശ്വാസം മുക്കിലൂടെ പതുക്കെ വിടണേ. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇൻഹേൽ, ശ്വാസം പിടിച്ചു നിന്നോളൂ, പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറയുന്നത് വരെ ശ്വാസം പിടിച്ചേക്കാം, അത്ര സമയം പിടിച്ചേക്കാൻ പറ്റുമോ അത്രയും സമയം പിടിച്ചു. ഓക്കെ, ഞാൻ പറയാതെ ശ്വാസം വിടരുത്. സാർ വീഡിയോ കാണുന്നില്ല സാർ. ഔട്ട് ചെയ്യാം കേട്ടോ, ഔട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ പോവാം, ബ്രീത്ത് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ്. ഓക്കെ, റിലാക്സ് അല്ലേ നമ്മുടേത്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഞാൻ കാണിച്ചു തരാം. അതായത് ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ ചുണ്ട് ഉണ്ടല്ലോ, ചുണ്ട് പറഞ്ഞാല് നമ്മുടെ ഒരു വിരല് എന്ത് ചുണ്ടിലൂടെ വളരെ സാവകാശത്തിൽ ഔട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടു, വളരെ സാവകാശത്തിൽ ടു. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 1 2 3. ശ്വാസം പിടിച്ചു നിർത്ത്, ശ്വാസം പിടിച്ചു നിർത്ത്, ശ്വാസം പിടിച്ചു നിർത്തുക. ഞാൻ പറയുന്നതിനനുസരിച്ച് മാത്രം ചെയ്യാം. ശ്വാസം പിടിച്ചു വെക്കുക. ഇനി ചുണ്ടിലൂടെ വളരെ സാവകാശത്തിൽ ശ്വാസം ഔട്ട് ചെയ്യുക. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം പിടിച്ചു വെക്കുക. ചുണ്ടിലൂടെ ശ്വാസം ഔട്ട് ചെയ്യുക. കണ്ണടച്ച് ശ്വാസം എടുക്കുകയോ വിടുകയും ചെയ്യാം. വീണ്ടും ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Okay.
Relax, 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 relax. Okay. വീണ്ടും ദീർഘശ്വാസം ഒന്ന് വിട്ട് കണ്ണടച്ചിട്ട് വായിലൂടെ വിട്ട് പതുക്കെ. 1. Breathe in, breathe out. Breathe in, breathe out. ഇനി ഓക്കെ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ് ഒക്കെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ്. ഓക്കെ, നമ്മള് ഇവിടുന്ന് അല്ലെ, നമ്മൾ കുറച്ച് സെക്ഷൻ നമ്മുടെ കൈ ഇങ്ങനെ എടുക്കുന്നു, എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ഇതിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് അതെ ഇങ്ങനെ ഞാൻ വെച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കാം, എന്റെ കൈ മാത്രം കണ്ടാലും മതി. അതായത് ഇവിടുന്ന് നെക്സ്റ്റ് ചിരിക്കുകയാണ് എന്ന പോലെ. നെക്സ്റ്റ് 1, ഇവിടുന്ന് നെക്സ്റ്റ് 1, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2. ഇവിടുന്ന് നമ്മള് ബ്രീത്ത് എടുത്തിട്ട് 1 ചിരിക്കുന്ന പോലെ നമ്മുടെ ഇവിടെ ഹാർട്ട്. നെക്സ്റ്റ് ഇവിടുന്ന് അല്ലെ, നെക്സ്റ്റ് 1 നെക്സ്റ്റ് വീണ്ടും കൈ ഇങ്ങനെ പിടിക്കുക. നെക്സ്റ്റ് 2 നമ്മൾ ചിരിക്കില്ലേ, കറക്റ്റ് ചിരിക്കന്നെ വളരെ ഹാപ്പി ആയിട്ട് ചിരിക്കും. കൈ ഇങ്ങനെ വന്ന് കൈ പിന്നെ പോകുമ്പോ ബാക്കിൽ പോകുമ്പോ ഓപ്പൺ ആണ് കേട്ടോ. ഓക്കെ, 10 തവണ ചെയ്യണേ. ഓക്കെ നൈനോ, സ്റ്റാർട്ട്. 1, 2 ഒന്ന് കറക്റ്റ് ചിരിക്കുക ഇങ്ങനെ. 2 ഓക്കെ ഓക്കെ 3 നെക്സ്റ്റ് 4. നിങ്ങൾ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത്, ഭയങ്കര ഫീൽ ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് സ്വയം ചെയ്യാം. അപ്പോ ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് ഇതിന്റെ തിയറി തരാം. ഓക്കെ, സ്റ്റാർട്ട്. 1 ഇങ്ങനെ വന്നു, ഉള്ളിലോട്ട് ശ്വാസം എടുത്തു. 2 നെക്സ്റ്റ് 3 നെക്സ്റ്റ് 4. ഫ്രീ ആയിട്ട് ബാക്ക് കൊണ്ടുപോകുമ്പോൾ ബലം പിടിക്കരുത്, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇവിടുന്ന് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് പോണേ. ഓക്കെ, സ്റ്റാർട്ട്. 4 നെക്സ്റ്റ് 5 നെക്സ്റ്റ് 6 നെക്സ്റ്റ് 7 നെക്സ്റ്റ് 8 9 10. ഇനി ബ്രീത്തും അതുപോലെ തന്നെ നമ്മൾ പറയും ഈ ചിരി ഉണ്ടല്ലേ നമ്മുടെ ആയുസ് കൂട്ടുന്നു പറയും. ഇനി ഇവിടുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഇത് ഈ ശരിക്ക് ജമ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ജമ്പ് ചെയ്തിട്ടാണ് ശരിക്കും അതിൻ്റെ ഇത്. നെക്സ്റ്റ് ഇവിടുന്ന് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നെക്സ്റ്റ് ഹൂ ഹൂ ഹൂ, അതായത് ഇതിലൂടെയാണ് ബ്രീത്ത് ഔട്ട് ആവുന്നത് കേട്ടോ. ശരിക്ക് നല്ല ശക്തിയിൽ ചെയ്യാം. നെക്സ്റ്റ് ഇവിടുന്ന് കൈ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ മോസ്റ്റ്ലി അങ്ങോട്ട് പോകുമ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 1 ഹൂ 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 ഹൂ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് 1 ചെയ്യാം. സ്റ്റാർട്ട്. 1 സ്റ്റാർട്ട്. റെഡി. 1 ഹൂ 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 ഹൂ. ഇങ്ങനെ നോക്കൂ, ഹൂ കണ്ടില്ലേ, ഹൂ 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 ഹൂ. ഇതിലൂടെ ഹൂ ഹൂ ഹൂ. ഓക്കെ, ബ്രീത്ത് ഔട്ട് ആണ്. 1 2 3 4. ഇനി കൈ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് നെക്സ്റ്റ് ജമ്പ് ചെയ്യുന്ന പോലെ ജമ്പ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാൻ. കാരണം എന്താ വെച്ചാൽ ജമ്പ് ചെയ്ത് കാണിക്കാനുള്ള ഇതില്ല. ഇനി നെക്സ്റ്റ് ഇവിടുന്ന് നെക്സ്റ്റ് 1 നെക്സ്റ്റ് ഹാ ഹാ. ഇത് മറ്റു ഹൂ ഹൂ ആണെങ്കിൽ ഹ. നെക്സ്റ്റ് ഇവിടുന്ന് ഹ ഹ ഹ ഹ ഹ ഹ. ഓക്കെ, ഇങ്ങനെ ഹ ഹ ഹ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഇരിക്കും അല്ലേ, റിലാക്സ് 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 റിലാക്സ്. ഓക്കെ, ഇനി കാരണം നിങ്ങളോട് ചോദിക്കാം എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഫീൽ. ഓക്കെ, ഞാൻ പറഞ്ഞ ബ്രീത്തിങ് ഉണ്ടല്ലോ, ഹൈ സ്പീഡ് ബ്രീത്തിങ് ഒക്കെ രാവിലെ മുതൽ വൈകുന്നേരം ഇല്ല. ബ്രീത്തിങ്ങിൽ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് കൂടി എടുക്കാനുണ്ട്. ഒക്കെ ഉണ്ട്, നമുക്ക് സമയം തേയില്ല.
ഓക്കെ, നമുക്കുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ നിങ്ങളുടെ ഫീൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ചോദിക്കാം. ഓക്കെ, ആദ്യം ഹരിദർ സാർ എങ്ങനെയുണ്ടായിരുന്നു? മൈക്ക് ഓൺ ചെയ്യട്ടോ. നിങ്ങളുടെ ഫീല് ഉള്ള ഫീല് മാത്രം പറഞ്ഞാൽ മതി. കാരണം സത്യസന്ധമായിട്ട് ആ ഫീല് എങ്ങനെ ഉണ്ടായിരുന്നു, അതോ നമുക്കൊരു ഫീലും ഉണ്ടായില്ലേ എന്ന് പറയും. മൈക്ക് ഓൺ ചെയ്തോളൂ. എനിക്ക് യാതൊരു ചിന്തകളും എന്റെ മനസ്സിൽ കുറെ ദിവസങ്ങളായിട്ടേ ഇല്ല. എനിക്ക് ചിന്തകളില്ല കുറെ കാലമായിട്ട്. ഞാൻ എപ്പോഴും ഫുൾ മെഡിറ്റേഷൻ തന്നെയാണ്, ഫുൾ ടൈം ഒരു മെഡിറ്റേറ്റിംഗ് അവസ്ഥയിലാണ് കുറെ കാലം ഈ തുടങ്ങിയ പിന്നെ ഒരു മെഡിറ്റേറ്റിംഗ് അവസ്ഥയിലാണ് ഞാൻ. അതായത് നെഗറ്റീവ്സോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ മനസ്സിൽ വരില്ല. ഇപ്പൊ ഇത്ര നേരം ചെയ്യുന്നതോ ഔട്ട്സൈഡ് ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നില്ല. ചിന്തകളെ ഫുൾ കൺട്രോളിലാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സൗണ്ട് ക്ലിയർ ആവാത്ത പോലെ ഫീൽ. ആ മൈക്ക് പറഞ്ഞെങ്കിൽ ഓക്കെ, പറഞ്ഞോളൂ. ഒരു ചിന്തകളില്ലാതെ വന്ന് റിലാക്സ് പോകുന്നു. ഓ ഓക്കെ ഒരു മൂഡ് ക്രിയേറ്ററാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കൃഷ്ണദാസ് ശ്രീ കൃഷ്ണ ഹലോ പറഞ്ഞോ. വളരെ വളരെ നല്ല ഫീൽ ആയിരുന്നു സാർ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഒരുപാട് എക്സസൈസുകൾ ഉള്ളതുകൊണ്ട് തുടർന്നും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കൺഫ്യൂഷൻ ആവുന്നുണ്ട് സാർ. ഇങ്ങനെ ഡെയിലി ശരീരത്തിന് നിങ്ങള് കൺഫ്യൂഷൻ ആവുമ്പോ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ട്, നാളെ വീഡിയോ ഇടും. അപ്പൊ അതൊന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യാൻ പറ്റും. കറക്റ്റ്. നമ്മൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോ ഓക്കെ. അപ്പോ വീഡിയോ താന്റെ സ്വരം മുറിയുന്നു കേട്ടോ. ഡോക്ടറുടെ സ്വരം ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നു, വ്യക്തമാവുന്നില്ല ഇപ്പോഴും. ഇപ്പൊ ഓക്കെ ആണോ സാറേ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. ഓക്കെ, അപ്പോ നമ്മൾ ഡെയിലി പരിശീലനം ചെയ്താൽ ഒത്തിരി അവിടെ ഈ നമ്മുടെ സെറ്റിലൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ. അപ്പൊ ഇവർക്ക് കൗൺസിലിംഗ് വേണം, അതുപോലെ തന്നെ അവരൊരു സൈക്കാട്രിസ്റ്റ് അതും വേണം. അതിന്റെ കൂടെ തന്നെ അവരോട് നല്ല ഡോക്ടർമാര് അതൊന്നും മെഡിക്കൽ കോളേജ് പോയി ഡോക്ടർമാർ എന്താ അവരോട് പറയാറിയോ, ഫിറ്റ്നസ് വെരി ഇമ്പോർട്ടൻസ്. ഫിറ്റ്നസ് കൂടി, അതേപോലെ യോഗ എല്ലാവർക്കും പറ്റിയതല്ല. പിന്നെ യോഗ ട്രെയിനിങ് കൊടുക്കുന്നത് യോഗ എല്ലാവർക്കും പറ്റിയതല്ല. ചില ആളുകൾ പറ്റ ഡൗണായ ആളുകൾക്ക് ഏറ്റവും നല്ലത് ഹെയറോബിക്കാണ്. ഹെയറോബിക്ക്, കാർഡിയോ, അതുപോലെ എക്സസൈസ്. കുറച്ച് ഭയങ്കരമായിട്ട് ഹൈപ്പർ ഉള്ള ആളുകൾക്കാണ് യോഗ ഏറ്റവും കൂടുതൽ. ഇപ്പൊ ചില ആളുകളൊക്കെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ ആവശ്യമില്ല. മെഡിറ്റേഷൻ ആവശ്യമുള്ള ആളുകളുണ്ട്, ആവശ്യമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ മെഡിറ്റേഷൻ എല്ലാവരും വളരെ നല്ലതാണ്. പറയാം, മെഡിറ്റേഷൻ ഒരു പാർട്ടായിട്ട് എടുക്കേണ്ട ആളുകളും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒത്തിരി ടെക്നിക്സ്, നമുക്ക് ഒരുപാട് ടെക്നിക്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ടെക്നിക്സ് മുമ്പ് ഇന്നുള്ള സമയമല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് സിറ്റുവേഷൻ ഞാൻ പറയാം. ഹനീഫ ഓക്കെ, പോയോ? മൈക്ക് ഓൺ പറയൂ. ഹലോ, എങ്ങനെയുണ്ട്? ഫീൽ ചെയ്യുന്നുണ്ടോ? ലെവല് ഇങ്ങനെ ശരീരമൊക്കെ ഹീറ്റ് ആകുന്നുണ്ട് ശരീരം ചെയ്യുമ്പോ. ശരീരം ഹീറ്റ് ആകുന്നുണ്ട്. കൺട്രോൾ നമുക്ക് ഒരു സുഖം. ഒരു സാറിന്റെ വോയിസ് കട്ടാകുന്നുണ്ട്. ഇപ്പൊ ഓക്കെ? ഹലോ, കേക്കുന്നുണ്ട്, പറഞ്ഞു. ഇപ്പൊ ഓക്കെ ആണോ? അതെ അതെ അതെ. ഓക്കെ, നമ്മുടെ ബ്രീത്ത് നമ്മൾ എടുക്കുമ്പോ നമുക്ക് ഇഷ്ടം ശ്വാസം എടുക്കാനും വിടാനും കഴിയുന്നുണ്ടോ? നമ്മൾക്ക്
കഴിയുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചെയ്യാൻ വെരി പറ്റുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നാളെ മുതല് സാറ് നമ്മൾക്ക് ഇതില് ഫിറ്റ്നസിന്റെ ലിങ്ക് കൂടി തരും. മോർണിംഗിൽ നമുക്ക് ഓക്കെ ഡെയിലി ഓൺലൈൻ ഫിറ്റ്നസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുന്നത് വരെ സൗജന്യമായിട്ട് രാവിലെ ഫിറ്റ്നസിന്റെ ലിങ്ക് ഇട്ട് തരും. ഇനി രാവിലെ അതിൽ ഓൺലൈനിൽ കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ് കൂടി ഇട്ട് തരും നാളെ മുതൽ. ഓക്കെ ഓക്കെ കേട്ടാ, നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ നമ്മൾക്ക് കിട്ടും. ഓക്കെ, അതിൽ സൂംബ ഉണ്ട്, എറോബിക്സ് ഉണ്ട്, കാർഡിയോ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാം പാടെ കൂടി 1.5 മണിക്കൂർ ഇത് ഡെയിലി നടക്കുന്നതിന്റെ ഓൺലൈനിൽ കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ബാക്കി ഫിനിഷ് അവിടെ വരുന്ന. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഫീല് നമ്മൾക്ക് അനുഭവം. ഇനി നമുക്കൊരു ടെക്നിക്ക് ചെയ്താലോ, മൈൻഡുമായിട്ട് ഇതായിട്ട് ഒരു ആക്ടിവിറ്റീസ് നമ്മളെ മുമ്പ് ചെയ്തവരൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ, ഒന്ന് ചെയ്തു നോക്കുക. നമ്മളെ കൈ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, നമ്മളുടെ നമുക്ക് നമ്മുടെ ശ്രദ്ധ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മള് ശ്രദ്ധയെ നമ്മുടെ ചിന്തയെ നമ്മൾക്ക് ഒരു ഇതിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുന്ന ടെക്നിക്സ്. കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെയാണ് കേട്ടോ. പെരുവിരലിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കണം. ഇനി നമ്മുടെ ഈ വിരല് മാത്രം അകത്തി പിടിക്കാം. 2 വിരല് മാത്രം അകത്തി പിടിക്കാം. ഓക്കെ, കൃഷ്ണദാസ് അകത്തി പിടിക്കാം. ഇനി ഇതിന്റെ സെന്ററിലേക്ക് മാത്രം നോക്കുക. അതിന്റെ സെന്ററിലേക്ക് മാത്രം നോക്കുക. അതിന്റെ അല്ല, കണ്ണിന്റെ നേരെ പിടിക്കാം. എന്നിട്ട് അതിന്റെ സെന്ററിലേക്ക് മാത്രം നോക്കുക. നമ്മൾ അതിന്റെ സെന്ററിലേക്ക് മാത്രം നോക്കുക. സെന്ററിലേക്ക് മാത്രം നോക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് അടുത്തടുത്ത് വരുന്നതാണ്. വളരെ രസകരമായിട്ട് നമ്മളെ കൈകള് വിരലേക്ക് വന്ന് ഒട്ടുന്നതായിട്ട് കാണാം. നമ്മൾ അടുത്തടുത്ത് വരുന്നതാണ്. നിങ്ങൾ അതിന്റെ സെന്ററിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. നിമിഷം 2 വിരലുകള് നമ്മൾ അറിയാതെ തന്നെ അടുത്തടുത്ത് വരുന്നത് കാണാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, റിലാക്സ്. എത്ര ആളുകൾക്ക് അടുത്ത് വരാതെ വന്നു? ഹരിദാസ് അടുത്ത് വന്നു. ഓക്കെ, പിന്നീട് വിഷ്ണുവിനും അടുത്ത് വന്നു. ഓക്കെ, അനീഫുക്ക നോക്കിയോ എങ്ങനെയുണ്ട്? അടുത്ത് വന്നോ? അടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കും അല്ലേ? മുമ്പ് ചെയ്തിട്ടുണ്ടോ ട്രെയിനിങ്? ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ നമ്മള് പല രൂപത്തില് നമ്മൾക്ക് നമ്മളെ ഭയത്തെ എടുത്ത് മാറ്റുന്ന ടെക്നിക്സുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരാം. നമുക്ക് നമ്മുടെ മൈൻഡ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ ഒരു വൈബ്രേഷൻ നടക്കുന്നുണ്ട്. നമ്മള് ഈ ഓവർ തിങ്കിങ് പറഞ്ഞ ഒത്തിരി ചിന്തകളുണ്ട്. ഈ ഒത്തിരി ചിന്തകള് വരുന്നത് കാരണം നമുക്ക് ഒരു ചിന്തയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നാം ആഗ്രഹിക്കുന്ന ഒരു ചിന്തയിലേക്ക് മാത്രം നമ്മളെ ഫോക്കസിങ് കൊണ്ടുവരിക. അപ്പോഴാണ് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇനി ജസ്റ്റ് സമയമില്ല, അതുകൊണ്ട് ഞാൻ അധികം തിയറി ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഒരു ബ്രീത്തിങ് മെഡിറ്റേഷനിലേക്ക് പോവാം. ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്തിങ് ആയിട്ട് ഓൺലി ബ്രീത്തിങ് മെഡിറ്റേഷൻ. ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന്, വെരി സിമ്പിൾ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കൈകൾ ഇങ്ങനെ തന്നെ പിടിച്ചോളൂ, ഇങ്ങനെ കോർത്ത് മടിയിൽ വെച്ചോളൂ. അങ്ങനെ മടിയിൽ താഴെ ഫ്രീ ആയിട്ട് ഇട്ടോളൂ. ഫ്രീ ആയിട്ട് മടിയിൽ വെച്ചോളൂ. വെറുതെ നിങ്ങൾക്ക് കംഫർട്ടായ രൂപത്തിലിരിക്കാം. ഇനി നിങ്ങൾ എന്ത് ചോദിച്ചാ, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കണ്ണടച്ചോളൂ. സിമ്പിൾ ആണ് ബ്രീത്തിങ് മെഡിറ്റേഷൻ, സിമ്പിൾ. ഒന്ന് കണ്ണടച്ചോളൂ. കണ്ണടച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസത്തിന്റെ അത്ഭുതകരമായ പ്രതിഭാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി എന്റെ ശബ്ദം മാത്രമേ കേൾക്കൂ, മറ്റെല്ലാ ശബ്ദങ്ങളെയും അവോയ്ഡ് ചെയ്യും. പുറത്തുനിന്ന് വരുന്ന ഓരോ ശബ്ദവും നിങ്ങളെ ഒരു വിശ്രമാവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ഒരു ചിന്തയെ നിയന്ത്രിക്കേണ്ട, ചിന്തകളെ ഇഷ്ടം മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കട്ടെ.
നാം നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഇരുപാദങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ഫീൽ മുഴുവൻ കാലിന്റെ ഇരുപാദങ്ങളിലേക്ക് വരികയാണ്. കാലിന്റെ ഇരുപാദം മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആവുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. കാലിന്റെ 2 മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആവുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. അരക്കെട്ട് മുതൽ മുസാവ് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. 2 കൈയിന്റെ വിരലുകൾ മുതൽ തോള് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. 10 മുതൽ കീഴ്പോട്ട് എണ്ണുന്നു. ഓരോരോ കൗണ്ട് കീഴ്പോട്ട് എണ്ണും തോറും നിങ്ങളൊരു വിശ്രമാവസ്ഥയിലേക്ക്, കാട്ടമായ നിദ്രയിലേക്ക് ഞാൻ നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. 0 സംഖ്യ എത്തുമ്പോൾ പൂർണ്ണമായ ഒരു വിശ്രമാവസ്ഥയിലായിരിക്കും. 9 നാം നിങ്ങളെ സാധാ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. 8 വിശ്രമാവസ്ഥയുടെ ആഴം കൂടി കൂടി വരികയാണ്. 7 എന്നൊരു കൗണ്ട് എത്തുമ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത എല്ലാ സ്വസ്ഥതയിലൂടെയും സമാധാനത്തിലൂടെയും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. 6 വിശ്രമാവസ്ഥയുടെ ആഴം കൂടി കൂടി വരുന്നു. 5 4 എന്ന കൗണ്ട് എത്തുമ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത സന്തോഷ സമാധാനം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാം നിങ്ങളെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ്. 3 വിശ്രമാവസ്ഥയുടെ ആഴം കൂടി കൂടി വരുന്നു. 2 അതിശക്തമായി കൂടിക്കൊണ്ടിരിക്കണേ. 1 0 പൂർണ്ണമായി വിശ്രമാവസ്ഥയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഈ സമയം ശരീരത്തിന്റെ ഭാരമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. ശരീരത്തിന്റെ ഭാരമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ഏകദേശം ഒരു പഞ്ഞിക്കെട്ടിനോട് തുല്യമായിരിക്കുകയാണ്. യാതൊരുവിധ ഭാരവും ഇല്ലാത്ത ഒരു പഞ്ഞിക്കെട്ടിനോട് തുല്യമായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് യാതൊരുവിധ ഭാരവും ഇല്ല. റിലാക്സ്. ഈ നിമിഷം മനസ്സിന് നല്ല ശാന്തത അനുഭവപ്പെടുകയാണ്. സമാധാനം അനുഭവപ്പെടുന്നു. നിങ്ങൾ ഉള്ളിലോട്ട് ബ്രീത്ത് എടുക്കുകയാണ്. അപ്പോൾ ഒരു ഇളം കൂളിംഗ് അനുഭവപ്പെടുകയാണ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഇളം ചൂട് അനുഭവപ്പെടുകയാണ്. നിങ്ങൾ ബ്രീത്ത് പുറത്തേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഇളം ചൂട് അനുഭവപ്പെടുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ ഉള്ളിലോട്ട് ബ്രീത്ത് എടുക്കുമ്പോൾ യൂണിവേഴ്സിൽ നിന്നുള്ള, പ്രകൃതിയിൽ നിന്നുള്ള ഒരു എനർജി, സന്തോഷം, സമാധാനം, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉള്ളിലോട്ട് എടുക്കുകയാണ്. പകരം ഒരു നെഗറ്റീവ്സ് എനർജി നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിടിപെട്ടുള്ള എല്ലാ മാലിന്യങ്ങളും, മാനസികമായ പിരിമുറുക്കങ്ങൾ, മറ്റു ചിന്തകൾ, ദുഷിച്ച ചിന്തകളെല്ലാം ഒരു കറുത്ത പുക എന്നതുപോലെ പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out. മനസ്സിന് നല്ല സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയാണ്. വീണ്ടും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മളെ മൂക്കിന്റെ നേരെ താഴെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, 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 ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out, breathe in,
in, breathe out. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. ആ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസത്തിന്റെ അത്ഭുതകരമായ പ്രതിഭാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആ ശ്വാസോച്ഛ്വാസത്തിൽ ഒരു ഏകാന്തത കണ്ടെത്തുക. ശ്വാസോച്ഛ്വാസത്തിൽ ഒരു ഏകാന്തത കണ്ടെത്തുക. Breathe in, breathe out. Breathe in, breathe out. Relax, relax, relax. 10 മുതൽ കീഴ്പ്പെട്ടുവരുന്ന ഓരോ കൗണ്ട് കീഴ്പ്പെട്ടുവരുന്ന തോറും ഉണർവിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. 0 എന്നൊരു സംഖ്യ എത്തുമ്പോൾ പൂർണ്ണമായ ഉണർവിലായിരിക്കും. അടി 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Relax, 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 relax. Relax, relax. ഓക്കെ, 2 കൈനെയും കാലിനൊക്കെ ചലിപ്പിക്കുക. കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്യാം. പൂർവാസ്ഥിതിയിലേക്ക് വരിക കേട്ടോ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയും. ഇപ്പോ ടോട്ടലി ഇന്നത്തെ സെക്ഷൻ കുറിച്ചിട്ട് ബ്രീത്തിങ്, മെഡിറ്റേഷൻ സത്യസന്ധമായി പറയണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് പറയണം. ഓക്കെ, നമ്മൾ എപ്പോഴും ഉണ്ട് എന്ത് കഴിച്ചാലും വെരി ഗുഡ് എന്ന് പറയും. അപ്പോ വെരി ഗുഡ് കാരണം നിങ്ങൾക്ക് ഉള്ള ഫീല് പറഞ്ഞാൽ മതി. അപ്പൊ സത്യസന്ധമായിട്ട് കേട്ടോ. ഇന്ന് എങ്ങനെയുണ്ട്? ഓക്കെ, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ വേറെ മെഡിറ്റേഷൻ ചെയ്യുന്നേക്കായി എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുക ഒന്ന് ഇരുന്നിട്ട് ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ ഈ ബ്രീത്തിങ്ങിൽ മാത്രം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെ നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരാം. ബ്രീത്തിങ് ഇതിലേക്ക് മാത്രം കൊണ്ടുവരാം. നാം അറിയാതെ തന്നെ പുറത്തേക്ക് വിടുന്നതും ഉള്ളിലോട്ട് എടുക്കുന്നതുമായിട്ടുള്ള ബ്രീത്തിങ് മാത്രം ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നീഫ് പിന്നീട് ഇപ്പൊ നമ്മൾക്ക് ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ബ്രീത്തിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ശ്രദ്ധ വന്നില്ല സാർ. ഓക്കെ ഓക്കെ, ചെയ്താൽ മതി ചോദിച്ചാൽ നമ്മള് കറക്റ്റ് ഒന്ന് കണ്ണടക്കാം. ബ്രീത്തിങ് ഞാൻ ഓൺലി ഇന്ന് ബ്രീത്തിങ്ങിനെ കുറിച്ച് മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു സെക്ഷൻ നിങ്ങൾ കറക്റ്റ് അത്രയും മനസ്സിലാവാനാ. കണ്ണടച്ച് വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ മൂക്കിന്റെ ഇത്രയും നമ്മുടെ താഴെയായിട്ടാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ബ്രീത്തിങ്ങിൽ മാത്രം ഒന്ന് കണ്ണടച്ചിട്ട് 2 ഉള്ളിലോട്ട് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നതുമായ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ ഏട്ടാ? ഓക്കെ, അടുത്ത ആള്. ബ്രീത്തിങ് ഒക്കെ എങ്ങനെയുണ്ട്? ബ്രീത്തിങ് എങ്ങനെയുണ്ട്? മറ്റു ഇതൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു? ഹനീഫ്, എങ്ങനെ ഗുണം ചെയ്യുന്നു? ചെയ്യുമ്പോ ശരീരം ഇങ്ങനെ ഹീറ്റ് ആകുന്നുണ്ട്. പെട്ടെന്ന് ഹീറ്റായി വരുന്നുണ്ട്. ചൂടാകുന്നുണ്ട് ശരീരം. എങ്ങനെ ശരീരം ഇങ്ങനെ ഹീറ്റാവുക ചെയ്യുന്നത്. ശരീരം ഇങ്ങനെ ഹീറ്റ് ആവുന്നുണ്ട്. ഹീറ്റ് ആവുക, ചൂടാവുക. അതെ. അത് നല്ലൊരു ഗുണാണ്. ശരീരം ഹീറ്റ് ആവണം നല്ലൊരു ഇതാണ്. ഓക്കെ, അത് നമുക്കൊരു നല്ലൊരു ഗുണം കൂടിയാണ്. അത് നമ്മളെ എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശരീരം ഒന്ന് ഹീറ്റ് ആവാനൊക്കെ. ഓക്കെ, അതേപോലെ നമ്മുടെ ശരീരത്തിന് നല്ല സർക്കുലേഷൻ, വൈബ്രേഷൻ ഇങ്ങനെയൊക്കെ ലഭിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ഓക്കെ ഓക്കെ, കൃഷ്ണദാസ്, ശ്രീ കൃഷ്ണദാസ്. ഹലോ സാർ, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ഉണ്ടാവുന്നുണ്ട്. ഹലോ സാർ, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? വലിയ തോതിൽ ശ്രദ്ധ വരുന്നില്ല സാർ. എങ്ങനെ? വലിയ തോതിൽ ശ്രദ്ധ വരുന്നില്ല സാർ.
ഓക്കെ ഓക്കെ ഓക്കെ. ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യേ കേട്ടാ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ ഓക്കെ. റെഡി. നമ്മൾ ഇന്നത്തെ ഈ റെക്കോർഡിംഗ് ഉണ്ടാവും. അതേപോലെ കണ്ണടച്ചിട്ട് ബ്രീത്തിങ്ങിൽ ഇരിക്കാം. ഇങ്ങനെ ബ്രീത്തിങ്ങിലൊന്ന് ശ്രദ്ധിക്കട്ടോ. ഹരിദാസ് എങ്ങനെയുണ്ട്? മൈക്ക് ഓൺ ചെയ്യും. മൈക്ക് ഓൺ ചെയ്യും. മൈക്ക് ഓൺ അല്ല. ഓൾറെഡി റിലാക്സ്ഡ് ആണ്. ഓൾറെഡി റിലാക്സ്ഡ് ആണ്. അത് കുറച്ചും കൂടി ഹെവി ആയിന്ന് മാത്രം. ഓ ശരി ശരി. ഞാൻ റിലാക്സ്ഡ് ആണ്. ഓൾറെഡി റിലാക്സ്ഡ് ആണ്. ഓക്കെ ശരി. ഓക്കെ. അപ്പൊ ഓക്കെ, നമ്മൾക്ക് ഇന്ന് സൺഡേ ആണ്. ഓക്കെ, എല്ലാവർക്കും ഹോളിഡേ ആണ്. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നാളത്തെ നമ്മുടെ സെക്ഷൻ നാളെയും മറ്റൊന്നും നമ്മൾക്ക് സൈക്കോളജിക്കൽ സെക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. നമ്മൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഗ്രൂപ്പിലിട്ട് വോയിസ് അയക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഓക്കെ നമുക്ക് അതിനുള്ള തരാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ റെക്കോർഡ് കണ്ടിട്ട് സംശയങ്ങൾ ചോദിക്കാം. റെക്കോർഡ് നാളെ ഇടും. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടാണ്. നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവൂ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് എടുക്കുന്നതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ എന്ത് വയ്ക്കന്നെ ഒക്കെ ചിലപ്പോൾ നമ്മൾ പുതുതായിട്ട് കാണാത്തതും ചെയ്യാത്തതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ റെക്കോർഡിംഗ് ഇതായിട്ട് നിരന്തരമായിട്ട് പരിശീലിച്ചു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.